രാജ്യം കാത്തിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസം മാത്രം ബാക്കി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിരന്തരം വേട്ടയാടുന്നുവെന്ന് വിമർശനം ഉന്നയിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനും AAPക്കും ജനാധിപത്യത്തിലൂടെ അഗ്നിശുദ്ധി വരുത്തി അധികാരത്തിൽ തുടരാനുള്ള സുവർണാവസരമാണിത്. അതിനിടയിലാണ് പാർട്ടിക്ക് തിരിച്ചടിയായി 8 MLAമാർ BJPയിൽ ചേർന്നത്. ഇക്കുറി സീറ്റ് ലഭിക്കാതിരുന്ന MLAമാർ ആണ് പാർട്ടി വിട്ടത്. 2.5 പതിറ്റാണ്ട് മുമ്പ് നഷ്ടമായ ഭരണം തിരികെ പിടിക്കാനുള്ള BJPയുടെ ശ്രമത്തിന് വിമതരുടെ കടന്നുവരവ് കരുത്തു പകരുമോ? ആം ആദ്മി പാർട്ടി തീർത്ത അഴിമതി വിരുദ്ധ തട്ടകം ഇളക്കിമറിക്കാൻ മദ്യനയ കുംഭകോണ കേസിലൂടെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഡൽഹിയിലെ വോട്ടർമാരിൽ നല്ലൊരു പക്ഷവും മധ്യവർഗ കുടുംബമാണ്. തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ നിഷ്പ്രഭമാക്കാൻ ധനമന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് കഴിയുമെന്ന് BJP കരുതുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡൽഹിയിൽ നിന്ന് ER രാഗേഷ്, ഞങ്ങളുടെ പ്രതിനിധി, ഒപ്പം AAP നേതാവ് ഷൈബു മഠത്തിൽ, VR അനൂപ് കോൺഗ്രസ് നേതാവ്, ഉല്ലാസ് ബാബു BJP നേതാവ് എന്നിവരാണ്. ആദ്യം ER രാഗേഷിലേക്ക്. രാഗേഷ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരവധി വിഷയങ്ങൾ മാറിമറിഞ്ഞു. ഏറ്റവും ഒടുവിൽ 8 MLAമാരുടെ രാജിയാണ് ഡൽഹിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവർ BJPയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ വിമതർ ഏതെങ്കിലും തരത്തിൽ ഡൽഹിയിലെ രാഷ്ട്രീയത്തെ ഈ ഘട്ടത്തിൽ സ്വാധീനിക്കുമെന്ന് വിലയിരുത്താൻ സാധിക്കുന്നുണ്ടോ? അഭിലാഷേ, ഇനി ഡൽഹി വോട്ടിങ്ങിലേക്ക് പോകാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം 5-ാം തീയതി വോട്ടെടുപ്പാണ്, 3-ാം തീയതി പരസ്യ പ്രചാരണം അവസാനിക്കും. അപ്പോൾ ഏതായാലും ഈ അവസാന നിമിഷത്തിലാണ് 8 MLAമാരുടെ രാജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നവർ പാർട്ടി വിടുകയും ഇന്നലെ വൈകിട്ട് ഈ നേരത്ത് അവർ പാർട്ടി വിട്ടു എന്ന പ്രഖ്യാപനം വന്നു. ഇന്നിപ്പോൾ അവർ BJPയിൽ ചേർന്നിരിക്കുന്നു. ഏതായാലും സ്വാഭാവികമായി ഇത് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാണ്. കാരണം വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇത് സ്വാഭാവികമായും കഴിയും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഈ അവസാന നിമിഷം ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ രാജിവെച്ച 8 പേർക്കും ഇത്തവണ സീറ്റ് നൽകിയിരുന്നില്ല. കാരണം ആം ആദ്മി പാർട്ടി 10 വർഷം തുടർച്ചയായി ഡൽഹി ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചില MLAമാരെങ്കിലും ഒഴിവാക്കിയത്. ഇത്തവണത്തെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ 20 സിറ്റിംഗ് MLAമാരെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം പല MLAമാരുടെയും മണ്ഡലങ്ങൾ മാറ്റി പരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. അദ്ദേഹം പട്പട്ഗഞ്ചിൽ നിന്നാണ് വിജയിച്ചിരുന്നത്. ആദ്യ 2 തവണയും 2013-ലും 2015-ലും മനീഷ് സിസോദിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് 20,000-ഉം 28,000-ഉം ഒക്കെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ആ ഭൂരിപക്ഷം 3,000 ചില്ലറ വോട്ടുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മനീഷ് സിസോദിയെ തവണ പട്പട്ഗഞ്ചിൽ നിന്ന് മാറ്റി പകരം ജംഗ്പുര മണ്ഡലത്തിലേക്ക് മാറ്റി. ജംഗ്പുര മണ്ഡലം സ്വാഭാവികമായും ഒരു സുരക്ഷിത മണ്ഡലമായാണ് ആം ആദ്മി പാർട്ടി കണക്കാക്കുന്നത്. ഒന്ന് ദളിത്, ഒപ്പം തന്നെ പഞ്ചാബി വോട്ടുകൾ, ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ ഉള്ള മണ്ഡലമാണ്. അങ്ങനെ പല MLAമാരെയും മാറ്റി പരീക്ഷിക്കുന്നുണ്ട്. സർവേ നടത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയത്. അങ്ങനെ പറയുമ്പോൾ പോലും ഈ 8 MLAമാരുടെ ഒറ്റയടിക്കുള്ള രാജി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജി ഏതായാലും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാണ്. പക്ഷേ പാർട്ടി ഇക്കാര്യം പറയുന്നത് സർവേ നടത്തിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ജനങ്ങൾക്കൊട്ടും സ്വീകാര്യമല്ല, അവർക്ക് സമീപിക്കാൻ കഴിയാത്ത MLAമാരായതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പാർട്ടിക്ക് കൈക്കൊള്ളേണ്ടി വന്നത്. മാത്രമല്ല മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് ഇതിന് പിന്നിലെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ അവസാന നിമിഷം ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ MLAമാർ ഇപ്പോൾ BJPയുടെ ഭാഗമായിരിക്കുകയാണെന്ന് അവർ BJP അംഗത്വവും സ്വീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിഷയം ഇതാണെങ്കിൽ നേരത്തെ ER അവിടെ നിന്ന്, അതായത് ഡൽഹിയിലെ പൾസ് അറിഞ്ഞുകൊണ്ടാണ് ER പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തത്. അതിൽ തന്നെ ഈ മാലിന്യ വിഷയം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പതിറ്റാണ്ടുകളായി ഡൽഹിയിലെ ജനങ്ങൾ നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ നദിയിലെ മാലിന്യവും വിഷം കലർത്തി എന്ന തരത്തിലുള്ള കെജ്രിവാളിന്റെ പരാമർശവും എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കാരണം കാണിക്കാൻ നോട്ടീസ് അയക്കുന്നു. മാത്രവുമല്ല ഹരിയാനയെ എങ്ങനെയാണ് വിഷം കലർത്തിയത് എന്നതിന്റെ തെളിവ് ആവശ്യപ്പെടുന്നു. അപ്പോൾ മാലിന്യ വിഷയം അടക്കം എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ? കാരണം ഡൽഹിയുടെ ഒരു കഴിഞ്ഞ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ആരാണോ AAPയുടെ സ്ഥാനാർത്ഥി അവർക്ക് വോട്ട് ചെയ്യുന്നു ജനങ്ങൾ എന്നൊരു നിലയുണ്ടായിരുന്നല്ലോ. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ടോ ഇത്തവണ?
അഭിലാഷ്, യമുന ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ യമുന ശുചീകരണം വലിയ ചർച്ചയായതാണ്. കാരണം കേജ്രിവാൾ തന്നെ പല വാഗ്ദാനങ്ങളും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. കേജ്രിവാൾ തന്നെ പറഞ്ഞതാണ് യമുന ശുചീകരണം അടക്കമുള്ള വിഷയങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത വാഗ്ദാനമെന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചാണ്. പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലായി യമുന വലിയ രീതിയിൽ ചർച്ചയാക്കി. പ്രത്യേകിച്ച് BJP യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ എത്തിയ ശേഷം അദ്ദേഹം വലിയ താരതമ്യമൊക്കെ നടത്തിയിരുന്നു യമുനയുമായി. പ്രത്യേകിച്ച് താനും തന്റെ മന്ത്രിമാരും പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടെ സ്നാനം നടത്തി. അങ്ങനെ ചെയ്യാൻ അരവിന്ദ് കെജ്രിവാളിനും മറ്റു മന്ത്രിമാർക്കും കഴിയുമോ? അത്രമേൽ വൃത്തിഹീനമാണ് യമുന എന്ന പരാമർശം അദ്ദേഹം നടത്തി. അങ്ങനെ യമുന ഈ ക്യാമ്പയിനിലേക്ക് വന്നു. അതിനുശേഷം BJP വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഈ വിഷയം മാറ്റി. കോൺഗ്രസും സമാനമായ രീതിയിൽ യമുന അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് കേജ്രിവാൾ ഇത്തരത്തിൽ വിഷാംശ പരാമർശം നടത്തിയത്. അതിന് പിന്നീട് BJPയും കോൺഗ്രസും ഒക്കെയുള്ള വാക്പോരാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് മാറി ഇലക്ഷൻ കമ്മീഷനും ഒപ്പം തന്നെ കേജ്രിവാളും തമ്മിലുള്ള പോരിലേക്ക് മാറി. പ്രത്യേകിച്ച് വിഷാംശം എന്ന പരാമർശമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേജ്രിവാൾ ഏതായാലും മറുപടി നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. അദ്ദേഹം ആ നിലപാടിൽ ചെറിയ മയപ്പെടുത്തൽ വരുത്തിയിട്ടുണ്ട്. അത് അമോണിയത്തിന്റെ അളവാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം യമുന നദി നമുക്കറിയാം അഭിലാഷ്, ഡൽഹിയിൽ സ്വാഭാവികമായി യമുന നമ്മൾ കാണുമ്പോൾ യമുന മലിനീകരണം ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മഞ്ഞ് പോലെ ഇങ്ങനെ വിഷപ്പത യമുനയിലൂടെ ഒഴുകുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ യമുനയിൽ ഇത്തരത്തിൽ മലിനീകരണം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതെങ്ങനെ, അത് ഹരിയാനയിൽ നിന്ന് മാത്രമുള്ളതാണ് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കേജ്രിവാൾ ഇതിൽ തന്റെ വിജയമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കാക്കുന്നത്. കാരണം കേജ്രിവാൾ പറഞ്ഞ കാര്യം ജനുവരി 26, 27 തീയതികളിലാണ് വലിയ തോതിൽ മാലിന്യം തള്ളിയ വെള്ളം ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് വന്നത്. പ്രത്യേകിച്ച് അമോണിയത്തിന്റെ അളവ് 7 ppm ആയിരുന്നു. സാധാരണഗതിയിൽ ഹരിയാനയിൽ നിന്ന് വെള്ളം വരുമ്പോൾ അത് 2 ppm ആയിരുന്നെങ്കിൽ 26, 27 ദിവസങ്ങൾ അത് ഏതാണ്ട് 4 ഇരട്ടി വർധനയുണ്ടായി. അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ താൻ ചൂണ്ടിക്കാണിച്ച ശേഷമാണ് ഇതിന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയത്. ഹരിയാന അത്തരമൊരു നടപടിയിലേക്ക് പോയത്. അപ്പോൾ ഹരിയാനയുടെ ഭാഗത്ത് നിന്ന് വലിയ കുറ്റമുണ്ടായി. ക്രിമിനൽ കേസ് മുഖ്യമന്ത്രിക്കെതിരെ രജിസ്റ്റർ ചെയ്യണം. തന്റെ ജാഗ്രത താനടക്കമുള്ളവർ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഷയം ഇത്തരമൊരു നടപടി ഉണ്ടായത്. അപ്പോൾ ഡൽഹി നിവാസികൾക്ക് അദ്ദേഹം അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെ തന്റെ വിജയമായി ഈ വിഷയത്തെ മാറ്റിയെടുക്കാൻ കേജ്രിവാളിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നടപടി അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി കമ്മീഷന്റെ നിലപാട് എന്ത് എന്ന് അറിയേണ്ടതുണ്ട്. കാരണം നേരിട്ട് ഹാജരായിക്കൊണ്ടാണ് കേജ്രിവാൾ തെളിവുകളൊക്കെ തന്നെ നൽകിയത്. അപ്പോൾ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇനി അന്തിമ തീർപ്പ് എന്തായിരിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ യമുന അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഈ അഴിമതി മുക്തം ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണല്ലോ AIPയുടെ രൂപീകരണമൊക്കെ. ഡൽഹിയിലെ അന്നാ ഹസാരിയുടെ സമരം, അതിനുശേഷമുള്ള രൂപീകരണം, പിന്നീട് വലിയ പ്രതിച്ഛായയോടുകൂടിയാണ് AIP ഭരണത്തിലിരുന്നത്. എങ്കിലും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ, അതിൽ കോടതിയുടെ പരാമർശങ്ങൾ, പിന്നീട് മുഖ്യമന്ത്രിക്ക് തന്നെ രാജിവെക്കേണ്ടി വരുന്ന പശ്ചാത്തലം, ഇത്തരം വിഷയങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഒപ്പം ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏറെയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി എന്നത്. അപ്പോൾ ഈ മധ്യവർത്തിയെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനം ഇന്ന് ബജറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഈ 2 വിഷയങ്ങൾ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? അഭിലാഷ്, ഡൽഹി പിടിക്കുക എന്നത് BJPയുടെ കാലങ്ങളായുള്ള ലക്ഷ്യമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 98-ൽ സുഷമ സ്വരാജ് ആയിരുന്നു ഡൽഹിയിലെ അവസാനത്തെ BJP മുഖ്യമന്ത്രി. 93-ലാണ് ഡൽഹി ഒരു നിയമസഭ വരുന്നത്. അതിനുശേഷം 5 വർഷം BJP ഭരിച്ചു. 98-ൽ സുഷമ സ്വരാജ്, അന്ന് ഉള്ളിവില വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനുശേഷം BJPക്ക് പുറത്തു പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് 15 വർഷം ഭരിച്ചത് ഷീലാ ദീക്ഷിതാണ്. 2013-ലാണ് ആം ആദ്മി പാർട്ടി വരുന്നത്. പിന്നീട് 49 ദിവസത്തിന് ശേഷം സർക്കാർ രാജിവെക്കുന്നു. കോൺഗ്രസ് പിന്തുണയോടുകൂടിയായിരുന്നു ഭരണം. പിന്നീട് 2015-ലും 20-ലും വലിയ വിജയം കേജ്രിവാൾ ആവർത്തിച്ചിരുന്നു. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ അന്നൊക്കെ തന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നേതാക്കൾ തന്നെ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. മനീഷ് സിസോദിയ ആദ്യം അറസ്റ്റിലായി. പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ് അറസ്റ്റിലായി. അതിനുശേഷം കേജ്രിവാൾ അറസ്റ്റിലായി. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഏതായാലും BJP അഴിമതി ആരോപണം തന്നെയാണ് ചർച്ചയാക്കിയത്. ഒന്ന് മദ്യനയ അഴിമതി കേസായിരുന്നു, 2 ശീഷ്മഹൽ വിവാദം. അങ്ങനെ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു BJPയുടെ പ്രചാരണം. പക്ഷേ കേജ്രിവാൾ തന്റെ പതിവ് ശൈലിയിൽ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തി. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഡൽഹി സർക്കാർ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അത് പിന്നീട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് 2100 രൂപയാക്കി വർദ്ധിക്കുമെന്ന്
വർദ്ധിപ്പിക്കുമെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചു. അങ്ങനെ വലിയ പദ്ധതികൾ ജനങ്ങളെ ആകർഷിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി കളം പിടിക്കുന്നതാണ് പിന്നീട് ഡൽഹിയിൽ കണ്ടത്. അതിന് പിന്നാലെയാണ് BJPയും ഒപ്പം തന്നെ കോൺഗ്രസും സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയത്. ഏതായാലും അതിനുശേഷം വോട്ടർമാരെ ആകർഷിക്കുന്ന പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുണ്ടായി. ഏതായാലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ, മദ്യനയം അഴിമതിയൊക്കെ BJP ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് വിഷയങ്ങൾ മാറുന്നതും പ്രഖ്യാപനങ്ങളിലേക്ക് പാർട്ടികൾ കടക്കുന്നുമൊക്കെ തന്നെയാണ് കണ്ടത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിലായി എത്തുമ്പോൾ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ്. അത് യമുനയായിരുന്നു ആദ്യം, പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടി MLA-മാരുടെ രാജിയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. എന്തായാലും രാകേഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലടക്കം ഡൽഹിയിൽ ഉണ്ടായിരുന്നതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് രാകേഷ് വീണ്ടും തിരികെ എത്തി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ രത്നച്ചുരുക്കമായി പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത്. ഒരു ശക്തമായ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചനകൾ കൂടിയാണ്. ഞാൻ അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ഷൈബു മഠത്തിൽ, AAPയെ സംബന്ധിച്ചിടത്തോളം ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, ആ പ്രതിച്ഛായയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ തുടർച്ചയായി സർക്കാർ അധികാരത്തിലേറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇപ്പോഴിതാ AAPയുടെ ഭാഗമായിരുന്ന 8 MLA-മാർ രാജിവെച്ചു. ആ രാജിവെച്ച MLA-മാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഴിമതിയുടെ ചെളിക്കുഴിയിൽ ആണ്ടുപോയിരിക്കുന്നു AAP എന്നുള്ളതാണ്. അപ്പോൾ ആ അഴിമതി വിരുദ്ധം അല്ലെങ്കിൽ അഴിമതിക്കെതിരായ പോരാട്ടം അതിൽ ഇല്ലാതെയായിരിക്കുന്നു. അങ്ങനെയൊരു മുദ്രാവാക്യത്തിന് ഇനി പ്രസക്തിയില്ല. സത്യസന്ധമായ രാഷ്ട്രീയം എന്ന സ്ഥാപക തത്വം AAP ഉപേക്ഷിച്ചു എന്ന വിമർശനം കൂടിയാണ് ഈ MLA-മാർ ഉന്നയിക്കുന്നത്. അത് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ യഥാർത്ഥത്തിൽ വോട്ടെടുപ്പിനുള്ളൂ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ പറ്റും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ തിരിച്ചടിയാകില്ലേ ശ്രീ ഷൈബു മഠത്തിൽ? അഭിലാഷേ, അത് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പോയിന്റ്. ഇലക്ഷന് തൊട്ട് മുൻപാണ്, അല്ലെങ്കിൽ ഇന്നലെയാണ് അവർക്ക് ഈ വെളിപാടുണ്ടാവുന്നത്. നോക്കൂ, അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ള കേസ്, ഇത് മനീഷ് സിസോദിയക്കെതിരെയാണ് ആദ്യം CBIയും പിന്നെ EDയും കേസ് ചാർജ് ചെയ്യുന്നത്. അത് 2 വർഷം മുൻപാണ് ആ പ്രോസസ്സ് തുടങ്ങുന്നത്. അന്നേരം ഒന്നും ഈ പറയുന്ന 8 MLA-മാർക്ക്, ആം ആദ്മി പാർട്ടിയിലെ MLA-മാരായിരുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ഇതിലൊരു പാർട്ടിയിൽ അഴിമതിയുണ്ട്, ഇതിലൊരു പ്രശ്നമുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. അവർക്കത് എപ്പോഴാണ് തോന്നിയത്? അവർക്ക് തോന്നിയത് ആം ആദ്മി പാർട്ടി ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങി, ഞങ്ങൾ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, 20 പേരെ സിറ്റിംഗ് MLA-മാരെ ഞങ്ങൾ ഒഴിവാക്കി. ഇത് ഒന്നാമത് ഇത് ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യമല്ല. ആം ആദ്മി പാർട്ടിയുടെ 2013 MLA-മാരായവരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പൊ പാർട്ടിയിൽ MLA-മാരല്ല. ഞങ്ങൾ ഓരോ ഇലക്ഷനുകളിലും നല്ല പെർഫോമൻസ് നടത്താത്തവരെ മാറ്റി നിർത്താറുണ്ട്. അത് എല്ലാ പാർട്ടികളും ചെയ്യേണ്ട കാര്യമാണ്. BJP ചെയ്യാറില്ലേ? BJP ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും, നമ്മൾ കഴിഞ്ഞ മഹാരാഷ്ട്ര, ഹരിയാന ലാസ്റ്റ് നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പ്, ഗുജറാത്തിൽ വരെ നമ്മൾ കാണുന്ന അവര് സ്ഥിരമായി 20% MLA-മാരെ മാറ്റാറുണ്ട്. അപ്പൊ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരു സീറ്റ് ഒരു വ്യക്തിയുടെയും കുത്തകയല്ല, അത് ആം ആദ്മി പാർട്ടിയിൽ ഒരിക്കലുമല്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവരെ മാത്രമേ ഞങ്ങൾ നിലനിർത്തുള്ളൂ. അങ്ങനെ അല്ലാത്ത ആളുകളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, സർവേ നടത്തി. ജനങ്ങൾക്കിടയിൽ ഓരോ മണ്ഡലത്തിലും ഓരോ വാർഡിലും സർവേ നടത്തി ഐഡന്റിഫൈ ചെയ്തവരെ ഞങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണല്ലോ അവർ ഈ പരാതിയൊക്കെ പറയുന്നത്. അവർക്ക് 4 മാസം മുമ്പ് പോലും ഈ പരാതി ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതെന്താണ്, കുറച്ച് MLA-മാര് രാജിവെച്ചു. അവര് MLA-മാരാവാൻ അവർ തുടരാൻ ഇനി ഒരാഴ്ച മാത്രമേ അവർക്ക് കാലാവധി ബാക്കിയുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്കൊരു തലക്കെട്ടായി പറയാമെന്നല്ലാതെ ഡൽഹിയിൽ ഇതിൽ തന്നെ ഇത്തവണ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോഴും ഒരു ആശങ്കയുണ്ടോ ഈ AAPയെ സംബന്ധിച്ചിടത്തോളം? നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മനീഷ് സിസോദിയെ മാത്രം ഒരു ഉദാഹരണമായി എടുത്താൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷം, അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിലെ ആ ഭൂരിപക്ഷം 3000-ആയി കുറയുന്നു എന്ന സാഹചര്യം. ഇത്തവണ മണ്ഡലം മാറ്റി മത്സരിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ പ്രമുഖരായ നേതാക്കൾ, ഒരുപക്ഷെ മനീഷ് സിസോദിയ എന്നൊക്കെ പറഞ്ഞാൽ AAPയിലെ 2ാമൻ എന്നൊക്കെ നമുക്ക് പറയാവുന്നവർ ആണല്ലോ, അവർക്ക് പോലും വിജയ സാധ്യതകൾ കുറയുന്നു എന്നത് AAPയെ ഒരു പരിധിവരെയെങ്കിലും ഉലച്ചിരുന്നു എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്?
നോക്കൂ അഭിലാഷ്, അങ്ങനെയല്ല അങ്ങനെയല്ല അതിനെ കാണണ്ട. എൻ്റെ റിയാലിറ്റി അതല്ല. അതായത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന്, ഇപ്പോൾ അതിഷിയുടെ മണ്ഡലം അല്ലെങ്കിൽ പിന്നെ മനീഷ് സിസോദിയുടെ മണ്ഡലം, ആ മണ്ഡലത്തിൽ അവർക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടായത് കൊണ്ടല്ല മാറ്റിയത്. മറിച്ച് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണയും 60-ലധികം സീറ്റുകൾ നേടണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വെല്ലുവിളി കൂടിയ മണ്ഡലത്തിലേക്ക് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള കരുത്തരായ നേതാക്കളെ മാറ്റുകയാണ് ചെയ്തത്. അതായത് മനീഷ് സിസോദിയെ മാറ്റിയത് ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ, നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് എന്റെ റിയാലിറ്റി. ഇതൊക്കെ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചെയ്യുന്ന കാര്യങ്ങളാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു കാരണവശാലും യാതൊരു നോക്കൂ, പിന്നെ നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും സാഹചര്യത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ മനീഷ് സിസോദിയ, പിന്നെ അതിഷി എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ അവരുടെ പേര് കൊണ്ട് തന്നെ ആ പേരിന് മൂല്യമുള്ള ആളുകളാണ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 20 MLA-മാരെ നമ്മൾ മാറ്റി. സാധാരണഗതിയിൽ ഡൽഹിയിൽ പിന്നെ കേജ്രിവാളിന്റെ പേരുകൊണ്ട് മാത്രമാണ് ഈ 60-ലധികം 62 സീറ്റിൽ ഞങ്ങൾ വിജയിക്കുന്നത്. അല്ലാതെ ഈ MLA-മാരുടെ വ്യക്തിപരമായ പിന്നെ സ്വാധീനം കൊണ്ടല്ല. പക്ഷേ വ്യക്തിപരമായ സ്വാധീനമുള്ള AAPയുടെ സ്ഥാനാർത്ഥി ആരെ എന്ന് പോലും നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട് ഡൽഹിയിൽ എന്നത് വസ്തുതയാണ്. പലപ്പോഴും സ്ഥാനാർത്ഥി ആരെന്നറിയില്ല, ആ ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥിക്കല്ല, താങ്കൾ പറഞ്ഞതുപോലെ കെജ്രിവാളിനുള്ള വോട്ട് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം മാറുന്നു എന്ന സംശയം തന്നെയാണ് ഞാനും ഉന്നയിച്ചത്. അല്ല, ഒരു കാരണവശാലും ഇല്ല. മനീഷ് സിസോദിയ ഞങ്ങളുടെ മുന്നണി പോരാളിയാണ്. അദ്ദേഹം പിന്നെ ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന്റെ മേലെ എത്ര സമ്മർദ്ദം വന്നു, അദ്ദേഹം എത്ര മാസങ്ങൾ ജയിലിൽ കിടന്നു, 1 വർഷത്തോളം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന് മേലെ വലിയ സമ്മർദ്ദമുണ്ടായി. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് BJP-യിലേക്ക് പോകാൻ അദ്ദേഹത്തിന് മുന്നിൽ ഓഫർ വന്നു. എന്നിട്ടും പാർട്ടി മാറാതിരുന്നയാളാണ് പിന്നെ മനീഷ് സിസോദിയ. അപ്പം മനീഷ് സിസോദിയ അത്രയും അധികം ജനങ്ങളും പാർട്ടിയിലെ പ്രവർത്തകരും വിശ്വസിക്കുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന ഒരു നേതാവാണ്. അപ്പം മനീഷ് സിസോദിയ ഇത് സ്ട്രാറ്റജിക്കായ തീരുമാനമാണ്. പിന്നെ ഏത് മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണമെന്നുള്ളത്, അത് ഞങ്ങളുടെ പരമാവധി സീറ്റ് 62 സീറ്റിൽ കഴിഞ്ഞ തവണ നേടിയ 62 സീറ്റിൽ കൂടുതൽ ഇത്തവണ ഞങ്ങൾക്ക് നേടാൻ സാധിക്കണം. അത് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. വിശ്വാസമാണ് ഷൈബു മഠത്തിൽ ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ഇതാ ഷൈബു മഠത്തിൽ സൂചിപ്പിക്കുന്ന പോലെ 8 പേർ അവർ MLA-മാർ ആയിരുന്നു. ഒരു ടേമിൽ കൃത്യമായി ഭരിക്കാനും അവരുടെ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അവസരം ലഭിക്കുന്നു. പക്ഷേ മോശം പെർഫോമൻസ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 20 MLA-മാർക്ക് ഇത്തവണ AAP ടിക്കറ്റ് നൽകിയിട്ടില്ല. അതിൽ 8 പേർ പാർട്ടി വിടുന്നു. പാർട്ടിയെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നു. ദളിത് വാൽമീകി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ AAPക്ക് സാധിക്കുന്നില്ല. അഴിമതിയുടെ ചതുപ്പിൽ പാർട്ടി പെട്ടുപോയിരിക്കുന്നു. സത്യസന്ധമായ രാഷ്ട്രീയമെന്ന സ്ഥാപകതത്വം പാർട്ടി ഉപേക്ഷിച്ചിരിക്കുന്നു. കെജ്രിവാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവർ നൽകിയ രാജിക്കത്തിന്റെ ഉള്ളടക്കം. ഇങ്ങനെയുള്ള 8 പേർക്കാണ് വളരെ പെട്ടെന്ന് BJP അക്കോമഡേഷൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് കാര്യമായൊക്കെ പ്രതിഫലിക്കും എന്ന് വിലയിരുത്താനാകുമോ? അതായത് അവസരം നിഷേധിക്കപ്പെടുന്നവർക്ക് അവസരം നൽകുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് BJP മാറുന്നു എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഇത് വോട്ടിനെ സ്വാധീനിക്കുമെന്ന് വിലയിരുത്താനാകുമോ ശ്രീ ഉല്ലാസ്? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ രാജിവെക്കുന്നതും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതും സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ AAP-യിലേക്കും പല സംഘടനകളിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. നമുക്ക് അതിനൊക്കെ ചർച്ചയിലേക്ക് വരണേക്കാൾ മുൻപ് ഞാൻ സൂമിലായതുകൊണ്ടാണ്. കോൺഗ്രസ് പ്രതിനിധി ഉണ്ടോ? അനൂപ് ചർച്ചയുടെ ഭാഗമാണ്. അനുവേട്ട നമസ്കാരം. ഈ അനുവേട്ടൻ ഞാനൊക്കെ പണ്ട് പിന്നെ AAP-യുടെ അഡ്വക്കേറ്റ് വിനോദ് ലോകസഭാ ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് അന്ന് ഇവര് ഒരേ കൂടാരത്തിലാണ്. ഈ അനുവേട്ടന്റെ പാർട്ടിയും വിനോദിന്റെ പാർട്ടിയും ഒരു കൂടാരത്തിലാണ്. ഇന്ത്യ മുന്നണിയാണല്ലോ. അന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാരടക്കം ഈ അരവിന്ദ് കെജ്രിവാളിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്നത്തെ വിഷയത്തിൽ ജയിൽ പെടുകയും തിരിച്ചു വരികയും ചെയ്തൊക്കെ സമയത്തൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചകൾ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. ഒന്ന് എടുത്തു നോക്കിയാൽ കൊള്ളാം. ഇവർ കോൺഗ്രസ്സുകാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, AAP എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന്. ഈ 4 ദിവസം മുൻപ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് കെജ്രിവാളിനെ കുറിച്ച് രാഹുലും പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോൾ. അപ്പൊ ഇതൊക്കെ ഇവരുടെ രാഷ്ട്രീയം. ഇപ്പൊ രമേശ് ചെന്നിത്തല എന്താണ് പറയണത്? പാലക്കാട് ബ്രൂവറി കേസിലെ
വ്യക്തികൾ എന്ന് പറയപ്പെടുന്ന ഡൽഹി മദ്യ അഴിമതി കേസിലെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചോദ്യം. അപ്പൊ അഴിമതി ഉണ്ടെന്ന് കോൺഗ്രസ് ഇപ്പൊ സമ്മതിക്കുന്നുണ്ടല്ലേ? അപ്പൊ അന്ന് BJP ഇവരെ പീഡിപ്പിക്കാന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ടുള്ള രാഹുലും ടീമും ചെന്നിത്തലയും ഈ അനൂപന്റെ പാർട്ടിയും ഒക്കെ ഇന്ന് അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നും അതിൽ ഇന്ന ആളുകളുണ്ട് എന്നൊക്കെ കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അരവിന്ദ് കെജ്രിവാളിനെ നേരത്തെ നമ്മുടെ AAPയുടെ പ്രതിനിധി പറഞ്ഞു അദ്ദേഹത്തിനാണ് വോട്ട്. ശരിയായിരുന്നു. ഡൽഹി ജനങ്ങൾ അദ്ദേഹത്തിന്റെ പല വാഗ്ദാനങ്ങളിലും ആകൃഷ്ടരായി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. 916 അവർ കരുതി. അത് 88 ഉണ്ടായിരുന്നു എന്നുള്ളത് ഭാവി അവര് കുറെ കാലം കൊണ്ട് മനസ്സിലാക്കി. മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എന്തിനു വേണ്ടിയായിരുന്നോ ജന്തർ മന്ദറിലടക്കമുള്ള സ്ഥലങ്ങളിൽ സമരം നയിച്ചിരുന്നത്, ഇദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്തായിരുന്നോ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിന്റെ പുറകെ പോവുകയും വ്യക്തമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അധികാരപരമായ കാര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞിരുന്നോ അതിന് വിരുദ്ധമായി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്. അതിന് പകരമായിട്ട് അല്പം വെള്ളവും അല്പം വെളിച്ചവും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് വികസനം എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലൊന്നും ഇദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഇതൊക്കെ ഒരു ഗിമ്മിക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ വക്താവായിട്ട് അതാത് സമയങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഡയലോഗ്സും കൊണ്ടുവന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ശൈലി ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ കെജ്രിവാൾ മുന്നോട്ട് പോയപ്പോൾ. പക്ഷേ ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ഈ താങ്കൾ പറയുമ്പോൾ എനിക്കൊന്ന് ഇടപെടേണ്ടി വരുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു, ആ ഘട്ടത്തിൽ ഇവർ പരസ്പരം പുണർന്നിരുന്നവർ ആണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ BJPയും ചെയ്യുന്ന കാര്യമല്ലേ ശ്രീ ഉല്ലാസ് ബാബു? എന്താണ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്തെ NCP നേതാക്കൾ അവിടെ നിന്ന് കൂറുമാറി ഇപ്പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്? നേരത്തെ വലിയ വിമർശനം ഉന്നയിച്ച നേതാക്കൾക്ക് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകുന്നത് BJP ആണല്ലോ എന്നുള്ളത് ഒരു ഭാഗം. മറ്റൊന്ന്, താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങൾ, അതായത് ഈ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ, സൗജന്യങ്ങൾ, അതിലൊരു മുന്നണിയും ഇത്തവണ കുറവ് വരുത്തിയിട്ടുണ്ടോ? BJPയുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറയുന്നത്? സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ, ഗർഭിണികൾക്ക് 21,000 രൂപ, വാർദ്ധക്യ പെൻഷൻ 3000 ആയി ഉയർത്തും. ഇങ്ങനെയുള്ള ഓഫറുകൾ എല്ലാവരും, കോൺഗ്രസും ഒട്ടും മോശമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അഭിലാഷല്ലേ ചോദിക്കുന്നത്? അതെ അതെ അതെ, കാണുന്നില്ല അഭിലാഷേ. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും അതൊക്കെ അഭിലാഷ് പറഞ്ഞ കാര്യത്തിൽ തെറ്റൊന്നുമില്ല. എന്താണ് അഭിലാഷ് പറഞ്ഞത്? BJPയും പുറകോട്ടിലല്ലോ കാര്യങ്ങൾ പറയുന്നത്. BJP ഒരു കുറവിലും ഇല്ല. പക്ഷെ ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പുതിയ രാഷ്ട്രീയം കൊണ്ടിട്ടാണല്ലോ ഇവർ വന്നത്. AAPയുടെ ജനനം അഭിലാഷ് കണ്ടിട്ടുള്ളതാണ്, ഒരു സംശയമില്ല, കണ്ടിട്ടുള്ളതാണ്. അപ്പൊ BJPയും കോൺഗ്രസും അടക്കമുള്ള ഒരു വലിയ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒരു വലിയൊരു മേഖല ഇന്ത്യ മഹാരാജ് നിൽക്കുമ്പോ പാർട്ടി ജനങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ഏട്ടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടും കൂടി വലിയൊരു മാറ്റത്തിന്റെ ശങ്കുലിയുമായിട്ടുള്ള വരവും പക്കവച്ചോടും ഉണ്ടായിരുന്നത്. ഒന്ന് ഡൽഹിയിലേക്ക് ഒന്ന് അഭിലാഷ് ചെല്ല്, ഡൽഹിയിലെ ചെറുകിട സ്ഥലങ്ങളിലേക്ക് ഒന്ന് ചെല്ല്, അവരുടെ സാധാരണക്കാരന്റെ ജീവിതമാർഗം ഒന്ന് നോക്ക്, ഏതെങ്കിലും തരത്തിൽ അവന്റെ ജീവിത ശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ടോ നോക്ക്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ ഗിമ്മിക്കുകാരന്റെ യാത്രയായിരുന്നു. താങ്കൾ എന്നോട് പറഞ്ഞു ഡൽഹിയിലേക്ക് ഒന്ന് ചെല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ 3-4 വർഷം ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമില്ലേ ശ്രീ ഉല്ലാസ്? അതായത് ഈ മൊഹല്ല ക്ലിനിക്കുകൾ പോലെ സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു. അതുമാത്രവുമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റമില്ലേ? ഇൻഫ്രാസ്ട്രക്ചറിൽ ആണെങ്കിൽ, ഞാനിപ്പോൾ വ്യക്തിപരമായൊന്നുമല്ല, ഷീലാ ദീക്ഷിത്തിനെ പോലെയുള്ളവർ ഭരണത്തിലിരുന്നപ്പോൾ ഡൽഹിയിൽ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്ന് രാഷ്ട്രീയത്തിന് അതീതമായി വിലയിരുത്തുന്ന ആളാണ്. അന്ന് അഴിമതി ആരോപണങ്ങൾ അവരെ വലിയ തോതിൽ വരിഞ്ഞു മുറുകി എന്നത് വസ്തുതയാണ്. പക്ഷേ താഴെത്തട്ടിലേക്ക് പൂർണ്ണമായും എത്തിയില്ല എന്ന് പറയാൻ സാധിക്കുമോ ശ്രീ ഉല്ലാസ് ബാബു? 100% അഭിലാഷ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഷീലാ ദീക്ഷിത് എന്ന് പറയപ്പെടുന്ന ഭരണാധികാരി 100% ഡൽഹിയിൽ ഒരു ചർച്ചയൊക്കെ ചെയ്ത സമയത്ത് ചർച്ചയിലൊക്കെ വന്നിട്ടുള്ള ശ്രീ ഉല്ലാസ് അവരുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഭിലാഷം, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വിഷയത്തെ നമ്മൾ പറഞ്ഞല്ലേ എല്ലാ ജനങ്ങളിലേക്കും കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇല്ല അഭിലാഷം. അവിടെ നിങ്ങൾ 4 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ കൃത്യമായി ജീവിക്കുന്ന ആളുകളുമായി അഭിലാഷ് സംവദിച്ചു നോക്കി അതിലൊരു തർക്കവുമില്ല. അവിടെ റിക്ഷകളിൽ, സൈക്കിൾ റിക്ഷകളിൽ കിടന്നുറങ്ങുന്നവരെ അടക്കം ഞാൻ
കണ്ടിട്ടുള്ളതാണ് കൊടും തണുപ്പിൽ. അതിലൊന്നും തർക്കമില്ല, ഞാൻ അതിലൊന്നും തർക്കിക്കുകയല്ല. ഒറ്റ കാര്യം എന്താണോ 8 പേർ പറയുന്നത്, എന്താണ് 8 പേർ ഇറങ്ങിപ്പോകുന്നത് എന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പ് സമയം തന്നെയാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പേസ് കിട്ടുന്നതും അവർക്ക് കാര്യം പറയാൻ പറ്റുന്നതും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായിരിക്കും. ആ തെരഞ്ഞെടുപ്പ് സമയം, നമ്മൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിയെ കുറിച്ച് എത്ര കാലം ചർച്ച ചെയ്തു, ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളില്ലേ? എന്തുകൊണ്ടാണ്? ആ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടല്ലേ. അപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി കൃത്യമായിട്ട് അറിയുള്ളൂ. ഈ മുതലത്ര വൃത്തിയുള്ള ശൈലിക്കാരനാണ്. ഞാൻ നാടൻ ഭാഷ ഉപയോഗിക്കുന്നതാട്ടോ, അതിനെ നെഗറ്റീവായിട്ട് കാണണ്ട. ശൈലിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ 8 പേർക്ക് മനസ്സിലായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ഡൽഹിയിലെ ബഹുമാനായ AP-യുടെ ആളോട് പറയാനുള്ളത്, ഡൽഹിയിൽ ഇപ്രാവശ്യം നിങ്ങൾ തോൽക്കും, ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങളെ ജനങ്ങൾ മടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ തേരോട്ടം കഴിഞ്ഞു. കാരണം നിങ്ങൾക്കും പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ജനങ്ങളിലേക്ക് കൃത്യമായി പ്രാവർത്തികമാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കെജ്രിവാളിന്റെ സൂത്രങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി എന്ന് പറയപ്പെടുന്നത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം എന്തു പറയുന്നുവോ അതിന്റെ ഘടക വിരുദ്ധമാണ് പ്രവർത്തന ശൈലി എന്നും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഡൽഹിയിൽ പരാജയപ്പെട്ട് ആപ്പിന്റെ ആ ചിഹ്നം ഉണ്ടല്ലോ, ചൂല്, അത് ജനങ്ങൾ കയ്യിലെടുക്കും. നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ അടിച്ചൂരി മാറ്റും എന്നുള്ളതും നിസ്സംശയം ഞാൻ പറഞ്ഞുതരാം. ഒരു സംശയം വേണ്ട. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനൂപ്, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ചില സംശയങ്ങൾ ഉല്ലാസ് ബാബു ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിന് താങ്കൾ മറുപടി നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ രണ്ട് പാർട്ടികൾ, ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായൊരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ചില കളങ്ങളെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. ഒരു പക്ഷേ മധ്യവർത്തിയെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന, അത് തന്നെ ഗിമ്മിക്സ് ആണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെട്ടിരുന്ന, ഒരു പക്ഷേ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ് ഈ നികുതി ഭാരം കുറയ്ക്കണം എന്നുള്ളത്. ഇതാ ഇപ്പോൾ നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിൽ 12 ലക്ഷം എന്ന നിലയിലേക്ക് ആദായ നികുതി സ്ലാബ് ഉയർത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ വലിയൊരു വിഭാഗം ആളുകളെ അതും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു. കെജ്രിവാളിന് മാറി നിൽക്കേണ്ടി വരുന്നു, ഒടുവിൽ രാജിവെക്കേണ്ടി വരുന്നു. പക്ഷേ കോൺഗ്രസിന് എങ്ങനെയാണ് ഈ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരംഗത്തെ പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റാതെ പോയ 2014-ലും 20-ലും അങ്ങനെയുള്ള കോൺഗ്രസ് വലിയ മടങ്ങിവരവ് നടത്തും എന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതിനു മുൻപ് BJP പ്രതിനിധിയായ എന്റെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഉല്ലാസ് ബാബു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇതുപോലെ അന്ന് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ചർച്ചയിൽ കോൺഗ്രസ് എടുത്തൊരു പൊസിഷൻ ഉണ്ട്. പക്ഷെ ആ പൊസിഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയ സമീപനങ്ങളുള്ള ഞങ്ങളുടെ നിലപാടാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചു, പ്രഫുൽ പട്ടേൽ അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ അവർ അഴിമതിക്കാരല്ല, അല്ലാത്ത പക്ഷം അവർ അഴിമതിക്കാരാണ് എന്ന് പറയുന്ന ഒരു സമീപനം BJP തന്നെ പല സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ഉദാഹരണങ്ങളുണ്ട്. തൃണമൂലിനുണ്ടായിരുന്ന ആളുകളുണ്ട്, അതുപോലെ ശിവസേനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള അടിസ്ഥാനപരമായ പ്രശ്നം, ആം ആദ്മി പാർട്ടി ഈ കേരളത്തിലടക്കം അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പറയുന്നത് BJP-യുടെ യഥാർത്ഥ ബദൽ ഞങ്ങളാണെന്നുള്ളത്. അത് BJP-ക്ക് ബദലാവാൻ ഇന്ന് ഇന്ത്യയിൽ ശേഷിയും ക്ഷേമുഷിയുമുള്ള ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിന് എന്താണ് പ്രത്യയശാസ്ത്രം എന്ന് ചോദിച്ചാൽ അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല. അപ്പോ BJP-യെ സംബന്ധിച്ച് BJP-യുടെ പ്രത്യയശാസ്ത്രം ഞങ്ങൾ എതിർക്കുന്നു. പക്ഷെ BJP-ക്ക് പ്രത്യയശാസ്ത്രവും അത് സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ്, ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സെൻട്രൽ ലെഫ്റ്റ് പൊസിഷൻ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ലോകത്തെമ്പാടും അങ്ങനെയാണ്. ഇപ്പോ അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് തീവ്ര ദേശീയ പാർട്ടിയാണ്. ലേബർ പാർട്ടി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടിയാണ്. ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടി ഒക്കെയുണ്ട്. ഡെമോക്രാറ്റ്സിന്റെ പാർട്ടിയും കൺസർവേറ്റീവ് ഉള്ള പോലെ ഇന്ത്യക്കകത്ത് BJP തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ ജനാധിപത്യ അവകാശങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു പൊസിഷൻ സ്വീകരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. പക്ഷെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അതൊരു സീറോ ഐഡിയോളജി പാർട്ടിയാണ്. സീറോ ഫാമിംഗ് എന്ന് പറയുന്ന കൃഷിയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ സീറോ ഐഡിയോളജിയുള്ള ആ പാർട്ടി ഇന്ന് 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്.
ഒരു സംസ്ഥാനം, അതും രാജ്യ തലസ്ഥാനമാണ്, അല്ല, ഭരണസിരാ കേന്ദ്രമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതൊക്കെ- മറ്റൊന്ന് പഞ്ചാബ്. ഈ 2 സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുകയല്ലേ ശ്രീ അനൂപ്? അല്ല, അത് ഞാൻ പറയില്ലേ, എന്താണ് ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത്? പോപ്പുലിസ്റ്റായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ഒരു പാർട്ടിയാണ്. ഈ പോപ്പുലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ, ജനപ്രിയമായ പദ്ധതികൾ ആവിഷ്കരിച്ച കാര്യത്തിൽ കോൺഗ്രസിനെ ബീറ്റ് ചെയ്യാവുന്ന വേറെ ഏത് പാർട്ടിയാണുള്ളത്? ഇവിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ, ഭക്ഷ്യസുരക്ഷാ നിയമം പോലെ ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അത്തരമൊരു അല്ല, താങ്കൾ പറയുന്നത് അത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോഴുള്ള കാര്യമല്ലേ? ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയും ഭക്ഷ്യസുരക്ഷാ പദ്ധതിയും ഒക്കെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ നടക്കുന്ന ഒന്നാണ്. സംസ്ഥാനത്ത് ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹിയിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രം ഇല്ല എന്നതാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മ. ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ, അവരുടെ ജീവിത സമ്മർദ്ദം കുറയ്ക്കുന്നുവെങ്കിൽ എന്തിനാണ് ഒരു പ്രത്യയശാസ്ത്രം? താങ്കളെ പോലെ ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്തിനാണ് പ്രത്യയശാസ്ത്രം? അല്ല, പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കാത്ത ഒരു പാർട്ടിയൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് പ്രാദേശിക പാർട്ടിയാവട്ടെ, കേരളത്തിലെ രാഷ്ട്രീയം എടുത്തു നോക്കൂ, CPIM-ന്റെ രാഷ്ട്രീയം എടുത്തു നോക്കൂ, CPI-യുടെ രാഷ്ട്രീയം എടുത്തു നോക്കൂ, കേരള കോൺഗ്രസിന്റെ, ഈ BJP-യുടെ രാഷ്ട്രീയം എടുത്തു നോക്കൂ. എവിടെയൊക്കെ അവർ ജമ്മു കാശ്മീർ BJP ഭരിച്ചത് ആരുടെ സഖ്യത്തോടു കൂടിയായിരുന്നു എന്ന് താങ്കൾ ആലോചിച്ച് നോക്കൂ. അത് എപ്പോഴാണ് ആ സഖ്യം പിരിഞ്ഞത്? അഭിലാഷേ, അത് അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? പറയൂ. അഭിലാഷെ, ഞാൻ പറയുന്നത് പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കുന്നതോ അതിന് വിട്ടുവീഴ്ച ചെയ്യുന്നതോ പ്രത്യയശാസ്ത്രമേ ഇല്ലാതിരിക്കുന്നതോ രണ്ടും സമീകരിക്കത്തക്ക കാര്യമാണോ? ഇത് കേരള ഭാഷയിൽ ഇതിനെ രണ്ടും സമീകരിക്കേണ്ടതാണോ? ഇത് നിങ്ങൾ പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടോ എന്ന്, ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ. കെജ്രിവാളിനോട് നിങ്ങൾ ഇടത്തോ വലത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇടത്തുമല്ല വലത്തുമല്ല, ഞങ്ങൾ മുന്നിലേക്കാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ക്ലാരിറ്റി കുറവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് BJP രാജ്യം ഭരിക്കുമ്പോൾ, BJPക്കെതിരായി ഒരു ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുള്ള ആളുകൾ പ്രതീക്ഷയോടുകൂടി കാണേണ്ടത് കോൺഗ്രസിനെയാണെന്ന് ആവർത്തിച്ച് ആധികാരികമായി പറയാൻ നിങ്ങൾക്ക് കഴിയും. താങ്കൾ ചോദിച്ചു ജനപ്രിയമായ താങ്കൾക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പറയാം, പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ പറയാൻ സാധിക്കുമോ? അയാൾ മറ്റൊരു പാർട്ടിയുടെ നേതാവല്ലേ ശ്രീ അനൂപ്? അല്ല, ഞാൻ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്ന ഇടത്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി. അല്ല, അദ്ദേഹം ഇതാ BJP-യെ പോലെ, അതായത് രാജ്യം ഒട്ടടങ്കം പടർന്നു പന്തലിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന, രാജ്യത്തെ തന്നെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമാകുന്ന ഒരു പാർട്ടിക്ക് ബദൽ ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിനെ ചെറുതായാണോ കാണേണ്ടത്? അത് അയാൾ ആ പാർട്ടിയെ വെല്ലുവിളിക്കുകയല്ലേ? അല്ല, എങ്ങനെയാണ്, അതിലേക്ക് തന്നെയാണല്ലോ ഞാൻ തുടക്കം മുതൽ സംസാരിക്കുന്നത്. അത് തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. എങ്ങനെയാണ് BJP-യെ നേരിടാൻ, നിങ്ങളുടെ കയ്യിൽ എന്താണ് BJP-യിൽ നിന്ന് ഗുണകരമായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു ബദൽ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ശ്രീരാമനെ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിക്ക് ഹനുമാനാണ് ബദൽ എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രത്യയശാസ്ത്ര പ്രശ്നം എന്ന് പറയുന്നത്. BJP-യിൽ നിന്ന് ഗുണപരമായി യാതൊരു തരത്തിലും മുന്നോട്ട് വെക്കാവുന്ന ഒരു അജണ്ടയും ആം ആദ്മി പാർട്ടിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ അടക്കമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അങ്ങ് വായിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജാതി സെൻസസിനെ കുറിച്ച്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി വളരെ ആധികാരികമായി ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളോട്, വനിതകളോട്, യുവാക്കളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര മാനിഫെസ്റ്റോ ആണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനോപകാരപ്രദമായ നിരവധി മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ജനപ്രിയമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി അടക്കം സൃഷ്ടിച്ചൊരു മാതൃകയുണ്ട്. ഈ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടപ്പിലാക്കിയപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നടപ്പിലാക്കാൻ നോക്കി,
ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ച ഗവൺമെന്റാ. അപ്പൊ ജനപ്രിയ മാതൃകയുടെ കാര്യത്തിൽ, ജനോപകാരപ്രദമായ ഇതിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ക്ലാസ് എടുക്കാവുന്ന ഔന്നത്യം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് മാത്രമല്ല, മറിച്ച് BJPയെ നേരിടാവുന്ന ഒരു പ്രത്യയശാസ്ത്ര ക്ലാരിറ്റി ഉണ്ട്, ഒരു നിലപാടുണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇല്ലാത്തത് അത് തന്നെ. ശരി, തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ അടക്കമൊക്കെ പ്രകടന പത്രികയിലുണ്ട്. അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ജാതി സെൻസസ് ഒക്കെ ആണോ എന്നത് ഒരു പക്ഷേ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താം. തീർച്ചയായും അതിന് പിന്തുണയ്ക്കുന്നുവെങ്കിൽ അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് നമുക്ക് റിസൾട്ട് വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു ആദായ നികുതി സ്ലാബ്. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം നേടുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല. കണക്കാക്കുമ്പോൾ മാസം 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വ്യക്തിഗത ടാക്സ് എന്നത്. വ്യക്തിഗത പരിധി ആണ് ഇപ്പോൾ അത് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി. ഒരു പക്ഷേ സാമ്പത്തിക നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തിയിരുന്നത് 10 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാം, അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അതാണിപ്പോൾ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം എന്ന് തന്നെ പറയാം. 12 ലക്ഷം രൂപ വരെ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ള വ്യക്തികൾക്ക് ഇനി നികുതി അടയ്ക്കേണ്ടതില്ല എന്ന സുപ്രധാന പ്രഖ്യാപനം തന്നെയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അവസാനം ഉണ്ടായിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ഇത് തന്നെയാണ്. സാമ്പത്തിക നിരീക്ഷകരെ പോലും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ആണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം, ഇത്തരത്തിൽ സാധാരണക്കാരന് അനുകൂലമാകുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടാകില്ല എന്ന് പൊതുവെ നിരീക്ഷിച്ചിരുന്ന സാഹചര്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഈ ബജറ്റ് അവതരണത്തിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഭാഗങ്ങളിൽ ഒന്നും തന്നെ ജനങ്ങൾക്ക് അധിക ബാധ്യതയാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ബജറ്റിന്റെ പൂർണ്ണ രൂപം ലഭിക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും ചർച്ചയിലേക്ക് തിരികെ എത്തുമ്പോൾ ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ഉല്ലാസ് ബാബു സൂചിപ്പിച്ചു, ഇത്തവണ ജനങ്ങൾ ചൂലെടുത്ത് AAPയെ തുടച്ചു നീക്കുമെന്ന്. പക്ഷേ കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയല്ല. AAPയുടെ ചൂലുപയോഗിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയാണ് അവിടുത്തെ ജനങ്ങൾ തുടച്ചു നീക്കിയത്. എന്നാൽ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രം മാറും. അവിടെ BJPയോട് ഒരകലവും ഡൽഹിയിലെ ജനങ്ങൾക്കില്ല. BJP ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ നമ്മൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത് ഇതേ കെജ്രിവാൾ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെയും. അതുകൊണ്ട് തന്നെ ഉല്ലാസ് ബാബു ഉന്നയിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായി മാറുന്നില്ല. കാരണം BJPയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിപ്പോൾ അഴിമതി വിഷയത്തിൽ, മദ്യനയ അഴിമതി കേസിൽ അടക്കം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ കോൺഗ്രസും AAPയും ഭായിമാരാണ്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എന്നത് ഒരു ഭാഗത്ത്. അതേസമയം തന്നെയാണ് അനൂപിന്റെ വിമർശനം ഉയരുന്നത്, എന്ത് പ്രത്യയശാസ്ത്രം ആണ് AAPക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത് എന്നത്. അഭിലാഷേ, ഞാൻ രണ്ടുപേരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അതിൽ ആദ്യം BJPയുടെയും പിന്നീട് കോൺഗ്രസിന്റെ വക്താവ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാം. ആദ്യം BJP സൂചിപ്പിച്ചത് BJPയുടെ മറുപടി. അതായത് BJPക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, ഒന്നാമത്തെ പോയിന്റ്, കഴിഞ്ഞ 2014 മുതലുള്ള 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് ചെയ്യുകയും എന്നാൽ
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത വർഷം നടന്നിട്ടുള്ള 2015, 20 ഇപ്പോ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, തൊട്ടടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുകയുമാണ് അവിടുത്തെ വോട്ടർമാർ ചെയ്തിട്ടുള്ളത്. അതായത് 54% കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ലഭിച്ച വോട്ട് നിയമസഭയിൽ. അതേസമയം ഇതേ ശതമാനം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് ലഭിക്കുക. അപ്പൊ BJPക്ക് വോട്ട് ചെയ്യുന്നവർ തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കുന്നത്. പക്ഷേ ആ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയിലേക്ക് പോകുന്ന വോട്ട് തിരിച്ചു പിടിക്കാൻ BJPക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഞാനത് ചില കണക്കുകൾ ചൂണ്ടിക്കാണിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി കൊടുത്തിരുന്നു. കേജ്രിവാൾ 3000 പേജുള്ള എവിഡൻസോട് കൂടി ഒരു പരാതി കൊടുത്തിരുന്നു. അതിലെ നിരവധി അസംബ്ലി മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത വോട്ടർമാരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു. അതിൽ റിമൂവ് ചെയ്യാൻ ബിജെപിയുടെ തന്നെ ബൂത്ത് ഏജന്റുമാരാണ് പരാതി കൊടുത്തത്. അതിൽ പിന്നെ ഷാദാര എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 11,000 വോട്ടുകൾ റിമൂവ് ചെയ്യാൻ അപേക്ഷ കൊടുത്തു. ജാനക്പുരിയിൽ 4,874 വോട്ടുകൾ, തുഗ്ലക്കാബാദിൽ 2,400 വോട്ടുകൾ. ഇനി തുഗ്ലക്കാബാദിലെ ഒരു പർട്ടിക്കുലർ ബൂത്ത് നമ്പർ 117 പിന്നെ ലാൽകൗനാണ് സ്ഥലം. അവിടെ വിശ്വകർമ്മ കോളനിയാണ്. അവിടെ ആകെയുള്ള 1,300 വോട്ടുകളിൽ 554 വോട്ടുകൾ റിമൂവ് ചെയ്യാനാണ് അപേക്ഷ കൊടുത്തത്. നമുക്കറിയാം, ഫോം നമ്പർ 7 എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അങ്ങനെ ഫോം നമ്പർ 7 എത്ര എണ്ണം കിട്ടി? 554 എണ്ണം. അതായത് അവിടെ ആകെയുള്ള വോട്ടിന്റെ 40%. അപ്പോ ഇത് BJP എന്തിനാ ചെയ്യുന്നത്? ഇത് ഞങ്ങൾ പരാതി കൊടുത്തപ്പോ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അവിടെ പരിശോധന നടത്തിയിട്ട് തീരുമാനം എടുക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഞങ്ങൾ ഇടപെടുന്നതിന് മുമ്പ്, ഇത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ്, കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ ഇടപെടൽ. അതിനു മുൻപേ തന്നെ കുറെ വോട്ടുകൾ റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു. എന്തിനാണ് BJP ഇത്തരം തന്ത്രങ്ങൾ ഇറക്കുന്നത്? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു ഫെയർ ഇലക്ഷൻ, നേർക്ക് നേരെയുള്ള ഇലക്ഷനിൽ നേരിടാനാണ് അവർ ശ്രമിക്കുക. പക്ഷേ BJPക്ക് ആ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ വോട്ടുകൾ റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. ഇനിയും പിന്നെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നേതാവിന്റെ ചോദ്യത്തിന് ഉള്ള ഉത്തരം, ഞങ്ങളുടെ ഐഡിയോളജി എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഐഡിയോളജി, ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പ്രത്യയശാസ്ത്രം എന്ന തലക്കെട്ടിൽ എന്തെങ്കിലും ഒരു സംഗതി എഴുതി പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഐഡിയോളജി ആവൂ. അങ്ങനെ ഞങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ CPM-ന് ഒരു ഐഡിയോളജി ഉണ്ട്, അത് മാർക്സിസമാണ്. പക്ഷേ CPM കേരളത്തിൽ നടത്തുന്ന മിക്കവാറും കാര്യങ്ങളും ഇടതുപക്ഷ നയങ്ങളല്ല, ഇപ്പൊ മിക്കവാറും വലതുപക്ഷ നയങ്ങളാണ് നടത്തുന്നത് എന്നൊരു പരാതിയുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ നയം, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇപ്പം നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് തന്നെയാണ് നമ്മൾ പറയാം. നമ്മൾ പറയുന്ന വാക്ക് നെഹ്റുവിയൻ സോഷ്യലിസം. നെഹ്റു ആണ് ഇവിടെ സോഷ്യലിസം നടപ്പാക്കിയത്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ദിരാഗാന്ധി സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഭരണഘടനയിൽ ചേർക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഈ അടുത്തൊരു കേസ് സുപ്രീം കോടതിയിൽ വന്ന് തള്ളിയത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ സോഷ്യലിസത്തിന് വിരുദ്ധമായി, വെൽഫെയർ സ്റ്റേറ്റിന് വിരുദ്ധമായി പല നയങ്ങൾ നടപ്പാക്കി. അതിൽ ഈ പിന്നെ LPGയുടെ പെട്രോളിന്റെ വില വർധനവ്, പെട്രോളിന്റെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, BJP ആണോ പെട്രോളിന്റെ വില നിയന്ത്രണം ആദ്യമായി റിമൂവ് ചെയ്ത്? അല്ല, കോൺഗ്രസ് പാർട്ടിയാണ് പെട്രോളിന്റെ വില നിയന്ത്രണം പടിപടിയായി എടുത്തു കളയുകയും അതിൽ പിന്നെ ഈ പെട്രോളിയം കമ്പനികൾക്ക് പൂർണ്ണമായ അധികാരം നൽകാനുള്ള നടപടി തുടങ്ങി വെച്ചത്. അതേപോലെ LPGയുടെ സബ്സിഡി എടുത്തു കളയാൻ തുടങ്ങിയത് BJP അല്ല, അത് കോൺഗ്രസ് ആണ്. അതിന്റെ പിന്തുടർച്ചയാണ് കോൺഗ്രസ് ചെയ്തു പോകുന്നത്. അതുപോലെ എനിക്ക് നീണ്ടൊരു ലിസ്റ്റ് പറയാൻ പറ്റും. എല്ലാത്തരം സോഷ്യലിസ്റ്റ് നയങ്ങളിൽ നിന്നും കോൺഗ്രസ് പിന്നോക്കം പോയി. കോൺഗ്രസ് പിന്നോക്കം പോയ ആ സ്പേസിലേക്കാണ് ഞങ്ങൾ വന്നത്. നയപരമായി, പ്രത്യയശാസ്ത്രപരമായി ഒരു സെൻട്രൽ ലെഫ്റ്റ് പോളിസി ഉണ്ടായിരുന്ന പാർട്ടിയാ കോൺഗ്രസ്, അല്ലെ? കോൺഗ്രസ് വലതുപക്ഷ പാർട്ടി ആയിരുന്നില്ല, മധ്യ ഇടതു പാർട്ടിയായിരുന്നു. ആ സ്പേസിലേക്കാണ് ഞങ്ങൾ വരുന്നത്. വെൽഫെയർ പൊളിറ്റിക്സുമായിട്ടാണ്. ഞങ്ങളുടെ പോളിസി എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 38 ആണ് വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഞങ്ങളുടെ പോളിസി. അത് ഞങ്ങൾ പലതവണ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നടപ്പാക്കുന്ന കാര്യങ്ങൾ, ആളുകൾക്ക് യാത്ര സൗജന്യമാക്കുക, വിദ്യാഭ്യാസം സൗജന്യമാക്കുക, വൈദ്യുതി സൗജന്യമാക്കുക, വെള്ളം സൗജന്യമാക്കുക. ഒരു പരിധി വരെ സാധാരണക്കാരിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ടുണ്ടോ? ഏറ്റവും താഴെ തട്ടിൽ ഈ വികസനം സാധ്യമാകുന്നുണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. മാത്രമല്ല, യമുനയൊക്കെ വലിയ വിഷയമായി മാറിയിരുന്നു. അത് ശുചീകരിക്കുമെന്ന് പറഞ്ഞ കെജ്രിവാളിന് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. മാലിന്യ വിഷയമടക്കം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അല്ല, ഞാൻ യമുനയിലേക്ക് വരാം. അഭിലാഷ്, ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. അതായത്
നമ്മൾ ഡൽഹിയിൽ ഏറ്റവും വലിയ മാറ്റം വൈദ്യുതിയും വെള്ളവുമാണ് എപ്പോഴും ആവർത്തിച്ചെടുത്ത് പറയുക. പക്ഷേ ഏറ്റവും വലിയ മാറ്റം വന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം എന്താണ്? അതിഷി ഇവിടെ മുഖ്യമന്ത്രി അതിഷി കേരളത്തിൽ വന്നു. മുഖ്യമന്ത്രി അന്ന് തൊട്ട് മുമ്പ് കേരളത്തിൽ വന്ന് ഞങ്ങളുടെ ഒരു സെമിനാറിൽ സംസാരിച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞ ഇതാണ്: കേരളത്തിലെ സ്ഥിതി ആയിരുന്നില്ല ഡൽഹിയിലെ സ്കൂളുകൾ, ഡൽഹിയിലെ സർക്കാർ സ്കൂളുകൾ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള സ്കൂളുകളിൽ ഇവിടുത്തെ സ്ഥിതി ഒന്നും ആയിരുന്നില്ല. നമ്മൾ സ്കൂളിന്റെ ഒരു ഗേറ്റിലേക്ക്, ഒരു പടിയിലേക്ക് ചെന്നാൽ ആദ്യം വരുന്നത് പിന്നെ മൂത്രപ്പുരയുടെ മണമായിരുന്നു, പിന്നെ ടോയ്ലറ്റിന്റെ മണമായിരുന്നു. അപ്പം ആദ്യം മനീഷ് സിസോദിയ അധികാരമേറ്റ ശേഷം, വിദ്യാഭ്യാസ മന്ത്രി അധികാരമേറ്റ ശേഷം ചെയ്തത് അവിടേക്ക് ക്ലീനിങ് ഏജന്റുകൾ കൊടുക്കുകയാണ്. അതായത് ശുദ്ധീകരിക്കാനാണ് ആദ്യത്തെ ഒരു ക്യാമ്പയിൻ നടത്തിയത്. അങ്ങനെ മുഴുവൻ സ്കൂളുകളും ശുദ്ധീകരിക്കുകയും അതൊരു റുട്ടീൻ ഏർപ്പാടാക്കുകയും ചെയ്ത ശേഷമാണ് പിന്നീട് അക്കാഡമിക്സിലേക്ക് കടന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും, രണ്ട് കാര്യത്തിൽ കേരളത്തിലെ സ്കൂളുകളെക്കാൾ വളരെ മെച്ചമാണ് ഡൽഹിയിലെ സ്കൂളുകൾ. അത് ഏത് കാര്യങ്ങളാണ്? ഒന്ന്, സൗകര്യങ്ങൾ, പിന്നെ വളരെ ഉന്നത നിലവാരമുള്ള സൗകര്യമുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ അതിന്റെ എങ്ങനെയാണ് നമ്മളത് വിലയിരുത്തേണ്ടതെന്ന് ഞാൻ പറയാം. അതായത് ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ കേരളത്തിൽ ഒരു സ്റ്റുഡന്റിന് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുക, പിന്നെ ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്നു, പ്രൈവറ്റ് കോളേജിൽ കിട്ടുന്നു. എവിടെയാ പോവുക? ഗവൺമെന്റ് കോളേജിലേക്ക് പോവുള്ളൂ. കേരളത്തിലൊരു സ്റ്റുഡന്റിന് പിന്നെ മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയാൽ ഗവൺമെന്റ് കോളേജിലേക്ക് പോവുള്ളൂ, പ്രൈവറ്റ് കോളേജിൽ പോവില്ല. പക്ഷേ ഇവിടെ സ്കൂളുകളിൽ അങ്ങനെയല്ല, പ്രൈവറ്റ് കോളേജാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഡൽഹിയിൽ കാര്യം തിരിച്ചാണ്. കാരണം ഡൽഹിയിൽ അവിടെ സ്കൂളുകളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ തിരക്കാണ്, ക്യൂ ആണ്. അങ്ങനെ ഒരു സ്ഥിതി ഡൽഹിയിൽ കൊണ്ടുവന്നു. അപ്പം ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന മാറ്റങ്ങളാണ്, സാധാരണക്കാരെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 54% വോട്ട് 2 തവണയെ തുടർച്ചയായി ലഭിക്കുന്നത്. ഇത് ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കാം, ഒരുപക്ഷെ ശ്രീ അനൂപിന് അറിയില്ലായിരിക്കാം, അറിയാത്തത് കൊണ്ടായിരിക്കാം. അദ്ദേഹം ഷീലാ ദീക്ഷിത് ഭരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ പോയിട്ടുണ്ടാവില്ല, അവിടുത്തെ സ്കൂളുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ താങ്കൾ ഇപ്പോഴും പോയി നോക്കണം, ഡൽഹിയിലെ സ്കൂളുകൾ പോയി നോക്കണം. ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന. അനൂപ് പറഞ്ഞോളൂ. അല്ല, അദ്ദേഹം ഒരു കാര്യം ഞാൻ പറഞ്ഞത് അംഗീകരിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ചൊരു പ്രത്യയശാസ്ത്രമില്ല എന്നത് തന്നെയാണ്. അത് ഒരു സൗകര്യമായി അവർ ഉപയോഗിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എഴുതി വെച്ചൊരു പ്രത്യയശാസ്ത്രമില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം എടുത്ത് വായിക്കൂ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, നെഹ്റുവിന്റെ കാലത്ത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം എടുത്ത് വായിക്കൂ. ഏറെക്കുറെ അത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. ഞങ്ങളത് നടപ്പാക്കുന്നുണ്ട്, നിങ്ങളത് നടപ്പാക്കിയിട്ടില്ല. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നടപ്പാക്കിയിട്ടില്ല, അതിൽ നിന്ന് വ്യതിചലിച്ചു. നിങ്ങൾ വലതുപക്ഷത്തേക്ക് വ്യതിചലിച്ചു. നിങ്ങൾ ക്യാപിറ്റലിസം, നിങ്ങൾ സോഷ്യലിസം എഴുതി വെച്ചിട്ട് നിങ്ങൾ ക്യാപിറ്റലിസം നടപ്പാക്കി. അതാണ് വ്യത്യാസം. ഞാൻ പറയണതേ, നിങ്ങൾ പറയും. നിങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഇതാണ് നിങ്ങളുടെ ജനാധിപത്യം. നിങ്ങൾ സംസാരിച്ച സമയത്ത് ക്ഷമയോടുകൂടി മുഴുവൻ കേട്ടിരുന്ന ആളാണ്. ഞാൻ പറയട്ടെ, അല്ല, ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എഴുതി വെക്കാൻ ഒരു പ്രത്യയശാസ്ത്രമില്ല, ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രത്തിന് ആവശ്യമില്ല, ഞങ്ങൾ കോൺഗ്രസ് പോയ സ്പേസിലേക്കാണ് വരാൻ ശ്രമിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പറയുന്ന പോലെ ധീരമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവർക്ക് കഴിയുമോ? പൗരത്വ പ്രശ്നത്തെ കുറിച്ച് BJP സർക്കാർ പൗരത്വ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ വായ തുറക്കാതിരുന്ന ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയാണെന്നേ. പിന്നെ ഇവരെ എവിടത്തെ സെൻട്രൽ ലെഫ്റ്റ് എന്നാ പറയുന്നത്? ഞങ്ങൾ CAA-ക്കെതിരെ, ഞങ്ങൾ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെ എതിർത്ത് ഞങ്ങൾ വോട്ട് ചെയ്തതാണ്. ഞങ്ങൾ പാർലമെന്റിന്റെ 2 സഭകളിലും വോട്ട് ചെയ്തതാണ്. പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ വസ്തുതകൾ പരിശോധിച്ച് പറയണം. കെജ്രിവാൾ എന്താ പറഞ്ഞേ? ഞാൻ പറയട്ടെ, പച്ചക്കള്ളം പറയാതിരിക്കൂ. നിങ്ങൾ പറയുന്നത് വസ്തുത പറയൂ. അല്ല, പച്ചക്കള്ളം നിങ്ങളാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, കെജ്രിവാളിന്റെ അടുത്ത പൊസിഷൻ ശ്രീരാമൻ നേരിടാൻ അനുമാനം ഉപയോഗിക്കുന്ന ഒരു പാർട്ടിക്ക്, ശ്രീ അനൂപ്, പാർലമെന്റിന്റെ റെക്കോർഡ്സിലുണ്ട്, ഞങ്ങളുടെ MP-മാർ പാർലമെന്റിൽ പൗരത്വ നിയമത്തിനെ എതിർത്ത് വോട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എന്ത് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ നിങ്ങളത് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങളുടെ രാഷ്ട്രീയമായ പൊള്ളത്തരോട് ബോധ്യമാകുന്നതുകൊണ്ടാ. നിങ്ങൾ എന്താ പറഞ്ഞത്? കോൺഗ്രസ് എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നെഹ്റുവിനെ സംബന്ധിച്ച് അന്ന് നെഹ്റു സോവിയറ്റ് മാതൃകയിൽ പ്ലാനിംഗ് ബോർഡൊക്കെ കൊണ്ടുവരികയും അങ്ങനെ മുന്നോട്ട് പോയ ഒരാളാണ്. പിന്നീട് 90-കളിൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം പുതിയൊരു എക്കണോമിക് പോളിസിയുമായി മൻമോഹൻ സിംഗ് വരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി എന്ന് പറയുന്നത് മാറില്ലേ? ഇവിടെ ജാതി സെൻസസ് പോലുള്ള സാമൂഹിക നീതി അഡ്രസ് ചെയ്ത് കോൺഗ്രസ് വരുന്നു.
ഇവിടെ ഇവർ പറയുന്നത് എന്താ? കോൺഗ്രസ് ഇല്ലാത്ത സ്പേസിലേക്ക്, കോൺഗ്രസ് ഉണ്ടായിരുന്ന സ്പേസിലേക്കാണ് ഞങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴും പറയുന്നത് എന്താ? ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രമില്ല, എഴുതി വെച്ച പ്രത്യയശാസ്ത്രം ഞങ്ങൾക്കില്ല. അത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ദൗർബല്യം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യയശാസ്ത്രം എഴുതാതിരിക്കുകയും അത് രേഖപ്പെടുത്താതിരിക്കുകയും നിങ്ങൾക്ക് തോന്നുന്ന ഇടങ്ങളിൽ സൗകര്യം ഞങ്ങൾ ചെയ്യുന്നതാണ് സാർ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെയാണ് നിങ്ങൾ പ്രത്യയശാസ്ത്രം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം കഴിഞ്ഞ 10 വർഷം ഡൽഹിയിൽ നടപ്പാക്കിയതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. നിങ്ങൾ ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ നോക്കൂ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നോക്കൂ, അതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. പ്രത്യേകിച്ചൊരു പുസ്തകം അച്ചടിച്ചിറക്കേണ്ട ആവശ്യമില്ല. താങ്കളല്ലേ പറഞ്ഞത് പ്രത്യയശാസ്ത്രം എന്ന തലക്കെട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഞങ്ങൾ മാനിഫെസ്റ്റോ എന്ന തലക്കെട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേജ്രിവാളിന്റെ ഗ്യാരണ്ടി എന്ന പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. കേജ്രിവാളിന്റെ ഗ്യാരണ്ടി എന്ന തലക്കെട്ടിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സാർ. അതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. ഞങ്ങൾ ഡൽഹിയിൽ നടപ്പാക്കിയതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാനല്ലല്ലോ പറഞ്ഞത്, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയല്ലേ ഇവിടെ ഇരുന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എഴുതി വെച്ചൊരു പ്രത്യയശാസ്ത്രമില്ല എന്ന്? ഞാനാണോ പറഞ്ഞത്? നിങ്ങൾക്കൊരു പ്രത്യയശാസ്ത്രം എഴുതി വെക്കാൻ കഴിയില്ല. ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, എഴുതി വെക്കാൻ നിങ്ങളുണ്ടല്ലോ, ഞങ്ങൾ നടപ്പാക്കിക്കോളാം സാർ. നിങ്ങൾ എഴുതി വെക്കൂ, ടൺ കണക്കിന് കടലാസിൽ എഴുതി വെക്കൂ, പബ്ലിഷ് ചെയ്യൂ. ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട് സാർ. നിങ്ങളെന്താ കടലാസിൽ എഴുതി വെക്കാൻ? ഞങ്ങൾ എഴുത്തുകാരല്ല സാർ, ഞങ്ങൾ നടപ്പാക്കുന്നവരാണ്. എഴുതാൻ നിങ്ങളുണ്ടല്ലോ, താങ്കൾക്ക് എഴുതാൻ അറിയാമല്ലോ, താങ്കളുടെ നേതാക്കൾക്ക് അറിയാമല്ലോ. ചുമ്മാ എഴുതി വെക്കൂ. നിങ്ങൾക്ക് എന്താണ് ലജ്ജ? നിങ്ങൾക്ക് ശരിയോ തെറ്റോ ആകട്ടെ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? നിങ്ങൾ എഴുതാൻ പറ്റാത്തത് മോശമാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം. നിങ്ങൾക്ക് പറയാനുള്ള ആത്മവിശ്വാസമില്ല. ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോ നിങ്ങൾ കോപ്പി അടിച്ചില്ല സാർ. ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വന്നില്ലേ? അതാണ് സാർ ഞങ്ങൾ നടപ്പാക്കി. നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതാണ് ആം ആദ്മി പാർട്ടി ഇമ്പാക്ട്. നടപ്പാക്കാൻ ഒരു സാധ്യതയില്ലാത്ത കടലാസുകൾ ആളുകളെ കൊണ്ട് വായിപ്പിക്കില്ല സാർ ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ സമയപരിധി മൂലമാണ്. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു, അതായത് ജനകീയ വിഷയങ്ങൾ, ഏറ്റവും താഴെത്തട്ടിലുള്ള വിഷയങ്ങളടക്കം ഈ ശ്രീ അനൂപ് ദയവായി ക്ഷമിക്കുക. ശ്രീ ഉല്ലാസ്, ഇവിടെ ഇതാ താങ്കൾ തന്നെ സൂചിപ്പിച്ച വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ നടന്നിട്ടുള്ള ക്യാമ്പയിനുകൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഒരു ഘട്ടത്തിൽ മദ്യനയ അഴിമതി പോലെ സർക്കാരിന്റെ അഴിമതിയായിരുന്നു BJP ഉയർത്തി കാണിച്ചത്. പിന്നീട് കെജ്രിവാളിന്റെ നാക്കുപിഴകളെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം പറഞ്ഞതോ എന്തുമാകട്ടെ പരാമർശങ്ങൾ ചർച്ചയാക്കപ്പെടുന്നു. അവിടെ കേന്ദ്രമന്ത്രിമാരടക്കം എത്തി ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ. അവിടെയൊക്കെ ഈ വിഷയങ്ങൾ, അതായത് ഈ താഴെ തട്ടിലുള്ളവർ നേരിടുന്ന വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചു പോകുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിടത്തോളം അതൊന്നുമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP ഉയർത്തി കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ട് അഭിലാഷിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇതേപോലെ കുറെ തോന്നലുകൾ ഉണ്ടായിരുന്നു. ആ തോന്നലുകളൊക്കെ എങ്ങനെയാണ് തിരിഞ്ഞത് എന്നും ഉച്ചയ്ക്ക് ശേഷം അഭിലാഷിനെ പോലെ തോന്നിയ ആളുകൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്തായാലും അഭിലാഷിനെ എതിർക്കുന്നില്ല 100%. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, എനിക്ക് ഇവര് തമ്മിൽ തല്ലൂടുന്ന സമയത്ത് കുറച്ചു നേരം കൂടി അവർ തമ്മിൽ അടികൂട്ടി കൊടുക്കാമായിരുന്നു. കാരണം ഒന്നുമല്ല, കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബൈ ചക്കിയും ചങ്കരനുമായവരാണ് ഇവരൊക്കെ. എന്നിട്ട് ഇവര് എന്തല്ല ഇപ്പൊ അനുപേട്ട പറഞ്ഞ എന്താണ്? അദ്ദേഹം പറയുന്നു ശ്രീരാമനെതിരെ ഹനുമാനെ വെച്ച ആളെന്ന്. ആ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത്, ആ ദർശനം നടത്താൻ പോകുന്ന സമയത്ത് മുന്നിൽ നിന്ന് നയിച്ചവരാണ് കോൺഗ്രസ്സുകാർ അന്ന്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ അവർക്ക് തെറ്റായി തോന്നുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവർ കൃത്യമായിട്ട് BJPയെ പരാജയപ്പെടുത്താൻ ഇരു പാർട്ടികൾക്കും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പ്രത്യയശാസ്ത്രം ഇല്ലാത്ത ഈ മദ്യ അഴിമതി നടത്തിയിട്ടുള്ള ഈ ആപ്പിനെ എടുത്തിട്ട് വലത്തെ തോളിൽ വെച്ച് നടക്കുകയായിരുന്നു.
അത് ജൂൺ ജയിലായില്ല എന്ന് കണ്ടപ്പോ എന്താ രാഹുല് മാറ്റി പറഞ്ഞേ? ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. മധ്യവർത്തികളെ കുറിച്ച് ബഹുമാനായിട്ടുള്ള ശ്രീ അഭിലാഷ്, ഒരു മാധ്യമ പ്രവർത്തകൻ, ഡൽഹിയുടെ പൾസ് അറിഞ്ഞ് 4 വർഷം അവിടെ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങയോട് ഞാനൊരു BJP കാരനായിട്ട് അങ്ങ് എടുക്കേണ്ട ഒരു സാധാരണക്കാരനെന്ന് ചോദിച്ചോട്ടെ. അങ്ങ് നേരത്തെ ഒരു തെറ്റായ ഒരു വരി പറഞ്ഞു. എന്താണ് അത്? രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്ന് വിമർശിക്കപ്പെടുന്നുണ്ട് നിർമ്മല സീതാരാമന്റെ കാര്യം എന്ന് പറയപ്പെടുന്നത്. ഞാൻ വിമർശനത്തെ കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും 12 ലക്ഷം രൂപ എക്സംഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ, ഡൽഹിയിലെ അടക്കം കേരളത്തിലെ അടക്കം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് ഗുണമാകില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? 2, കൃഷി, അതുപോലെ 3, മത്സ്യബന്ധന മേഖല, അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല, IIT അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖല, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അതേപോലെ തന്നെ കൃത്യമായിട്ട് ആരോഗ്യ മേഖല, അതുപോലെ ജില്ലാ ആശുപത്രികളുടെ ക്യാൻസർ സംവിധാനങ്ങൾ, ആരോഗ്യ ടൂറിസം, അതുപോലെ തന്നെ മറ്റ് ടൂറിസം മേഖലകളിലേക്ക് ഏത് യുവജന വിഭാഗങ്ങൾക്ക് വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സപ്പോർട്ട് ആയിക്കോട്ടെ, മുദ്ര ബാങ്ക് സംവിധാനമായിക്കോട്ടെ, നിങ്ങൾ ഏത് കാര്യമാണ് BJP ഭരണം നടത്താതിരുന്നിട്ട്? നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ മുദ്ര ബാങ്ക് കൊടുത്ത റിസൾട്ട് എടുക്കൂ. നിങ്ങൾ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ EPF-ന്റെ കണക്കെടുക്കൂ. EPF-ൽ എത്ര പേരുടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കൂ. 22 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു പറഞ്ഞു. പിന്നെ അഭിലാഷ് ജി ചോദിച്ചൊരു ചോദ്യം, അഭിലാഷ് ജി പറഞ്ഞൊരു കാര്യം എന്താണ്? ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്ന്. BJP ജയിക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാത്തരം നയങ്ങളും BJP എടുക്കും, എല്ലാത്തരം പ്രവർത്തനങ്ങളും BJP എടുക്കും, പ്രചരണ ശൈലിയും BJP എടുക്കും. അതിപ്പോ തൽക്കാലം നമുക്ക് അത് സ്റ്റുഡിയോയിൽ പറയാൻ സാധ്യമാകില്ല. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് വല്ലാതെ പറഞ്ഞല്ലോ, സ്കൂളിൽ പോയി ഞങ്ങൾ സിസോദിയ കയറി വന്ന വശന്റെ നേരെ അദ്ദേഹം ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് തയ്യാറെടുത്തിരുന്നത്. അദ്ദേഹം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. സർ, അദ്ദേഹം ഏറെക്കുറെ കാര്യങ്ങളും ചെയ്തു. എന്തിനാണ് അദ്ദേഹം ജയിലിൽ കിടന്നതെന്നും കൂടി അങ്ങ് ആലോചിക്കണം. എത്ര കാലം അദ്ദേഹം ജയിലിൽ കിടന്നു എന്ന് ആലോചിക്കണം. എത്ര പൊൻപണത്തിന് വേണ്ടിയായിരുന്നു നിങ്ങൾ ഈ കച്ചവടം ഉറപ്പിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്തിനായിരുന്നു ഡൽഹി ജനതയോട് ഈ വഞ്ചന കാണിച്ചത് എന്നും നിങ്ങൾ ആലോചിച്ചു നോക്കണം. ക്രോസ് എക്സാമിനേഷനിൽ 2 മിനിറ്റിൽ തകർന്നു വീഴുമെന്ന് ഒബ്സർവേഷൻ ഉണ്ടായി ജഡ്ജിയുടെ ഭാഗത്ത്. ഡൽഹി ജനതയുടെ കേസ് ഹിയർസേ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ക്രോസ് എക്സാമിനേഷനിൽ 2 മിനിറ്റ് നിലനിൽക്കില്ല എന്നൊരു പരാമർശം ഉണ്ടായി. അതുകൂടെ താങ്കൾ സംസാരിക്കാൻ കൊറണപ്പൊടി തിന്നിട്ടുണ്ടോ? ഇത് തന്നെയാണ് ആം ആദ്മി പാർട്ടി ചൂലുകൊണ്ട് അടിച്ചൂരി പോകുന്നു പറഞ്ഞത്. ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു മിനിമം മാന്യത കാണിക്കുക, അല്ലെങ്കിൽ ഈ പണിക്ക് വരാതിരിക്കും. ശരി ഒരാൾ സംസാരിക്കുമ്പോൾ അത് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അല്ല, അവസാനിപ്പിക്കാൻ വിഭാഗത്തിന്റെ അടിസ്ഥാന വർഗ ഡൽഹി വിഭാഗത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം അന്നും ഇന്നും ഒരു തരത്തിലും മാറിയിട്ടില്ല. ദുർഗന്ധം മണക്കുന്ന സ്കൂളുകളെ കണ്ട സിസോദിയ ദുർഗന്ധം മണക്കുന്ന ഡൽഹിയിലെ ചേരികൾ കണ്ടില്ല, ദുർഗന്ധം മണക്കുന്ന ഡൽഹിയിലെ വഴികൾ കണ്ടില്ല. അതൊന്നും കണ്ടില്ല എന്നും സ്കൂളുകളിൽ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഈ ഭരണപരാജയം എന്ന് പറയപ്പെടുന്ന ന്യായീകരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ന്യായീകരിച്ച് മാറ്റാൻ ശ്രമിക്കും. ഡൽഹി ജനതയ്ക്ക് നിങ്ങൾ വിട്ടുകൊടുത്തോ? 8 MLA-മാർ ഇറങ്ങി പോന്നിട്ടുണ്ട് എങ്കിൽ സ്വന്തം കൂടാരത്തിലെ തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഡൽഹി ജനത, സാധാരണക്കാരായിട്ടുള്ള ജനത, കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന വാക്കുകളെ കൊണ്ട് മാത്രം, ഡയലോഗുകൾ കൊണ്ട് മാത്രം ജനങ്ങൾക്ക് വികസനം കൊടുക്കുന്ന വ്യക്തിയിൽ നിന്ന് മോചനം നേടിയിരിക്കും ഇത്തവണ എന്നുള്ളത് നിസ്സംശയം പറ. തീർച്ചയായും എന്തായാലും ഡൽഹിയിലെ ജനങ്ങൾ ആരെ പിന്തുണയ്ക്കണമെന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ടാകും. ഇതിനോടകം തന്നെ 5-ാം തീയതിയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു 8 MLA-മാരുടെ രാജി. അതടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.